ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വിജിംദാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി ബോട്ടിൽ ആർട്ട് ഉണ്ടല്ലോ. ഇന്നത്തെ ഈ ബോട്ടിൽ ആർട്ട് ഞാനല്ല കേട്ടോ ചെയ്യുന്നത്, എൻ്റെ ജ്യേഷ്ഠത്തി സുബിന ആലപ്പാടാണ്. അവൾ നന്നായിട്ട് വരക്കും. അപ്പോൾ അവളുടെ ആർട്ട് ഒന്ന് നിങ്ങൾക്ക് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിന് ബേസ് കോട്ടായിട്ട് വീടിൻ്റെ പെയിൻറ്റിൻ്റെ തന്നെ ബാക്കി ഉണ്ടായിരുന്നതാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് കളർ മിക്സ് ചെയ്തിട്ടുണ്ട്, അതായത് അക്രിലിക് കളറിൻ്റെ ഗ്രീന് കുറച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പെൻസിലൊന്ന് ചെറുതായിട്ട് അതിൻ്റെ ലൈനൊന്ന് എവിടെ വീട് ഇങ്ങനെ മരം ഇങ്ങനെ അറിയാൻ വേണ്ടി ജസ്റ്റ് അവൾ പെൻസിലിൽ വരക്കുന്നുണ്ടോ, അതെനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എന്നിട്ട് വരക്കുകയാണ്. കളറും അങ്ങനെ തന്നെയാണ്, ഒരേ കളറല്ല, മിക്സിങ് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് ലൈറ്റും ഡാർക്കും അങ്ങനെയാണ് എല്ലാം കൊടുക്കുന്നത് കാണുന്നത്. എനിക്ക് പിന്നെ ഈ വരയൊന്നും അത്ര പിടിയുള്ള കാര്യമല്ല, ചെറുതായിട്ടൊക്കെ ചെയ്യുന്നല്ലാണ്ട് അവൾ വരക്കുന്നത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. മരങ്ങളൊക്കെ ഞാനല്ലെങ്കിൽ ഇപ്പോൾ വരക്കുന്നത് അത്രയും നോക്കിയിരിക്കാറും കാണാറൊന്നുമില്ല, അവൾ വരച്ച് കഴിഞ്ഞിട്ട് കാണുന്നതല്ലാതെ. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ തന്നെ കണ്ടു. അപ്പോൾ എനിക്ക് തന്നെ വരക്കണമെന്ന് തോന്നി. നന്നായിട്ട് വരക്കാൻ നമുക്ക് പറ്റും എന്നൊരു തോന്നുന്നു നമുക്ക്. അപ്പോൾ നിങ്ങൾക്കും ഇതിപ്പോൾ കണ്ടു നോക്കിയാൽ വരക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, പഠിക്കാൻ. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുക. കാരണം ഇപ്പോൾ ലോക്ക്ഡൗണും ഒക്കെ ആയിട്ട് കുട്ടികൾ ഇങ്ങനത്തെയൊക്കെ ഇതിലൊക്കെ അവർ വളരട്ടെ, നന്നായിട്ട് വരക്കുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ എല്ലാ കുട്ടികളും ഇപ്പോൾ വരക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കാണിച്ചു കൊടുക്കുക. ഇതുപോലെയുള്ളതൊക്കെ കണ്ടിട്ട് അവർക്കും പഠിക്കാനും ഒരു ഇൻസ്പിറേഷനാണ്. ഇപ്പോൾ കുപ്പിയൊക്കെ കിട്ടാൻ വലിയ പ്രയാസമൊന്നുമില്ല, എല്ലായിടത്തും കുപ്പിയൊക്കെ കിട്ടും. അപ്പോൾ അതൊരു കുപ്പിയിലൊക്കെ ചെയ്ത് വെച്ചിട്ട് കാണുമ്പോൾ വീട്ടിലൊരു പ്രത്യേക ഭംഗിയാണ്. ഇത് അവളുടെ വീട്ടിൽ വെച്ചാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ഒന്ന് രണ്ട് ബോട്ടിലുകൾ വന്നപ്പോൾ ആർട്ട് ചെയ്ത് വരച്ചിരുന്നു. അപ്പോൾ ഇതും അപ്പോൾ തന്നെ അടിച്ചതാണ്. പക്ഷേ എൻ്റെ അടുത്ത് അതിന് പറ്റിയ ബ്രഷൊന്നും, അത്രയും നേരിയ ബ്രഷൊന്നും ഇല്ല. അപ്പോൾ വരക്കുന്നവർക്കല്ലേ അതിൻ്റെ ബ്രഷിൻ്റെ സൈസും ഒക്കെ നന്നായിട്ട് അറിയുള്ളൂ. അപ്പോൾ അവൾക്കതിൽ വരച്ചിട്ട് ശരിയാവുന്നില്ല. അപ്പോൾ അവൾ അവിടെ വരുമ്പോൾ ഒരിക്കൽ കൊണ്ടുപോകാൻ, ഞാൻ അവിടെ നിന്ന് വരച്ച് തരാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഇനി ഒരു പ്രാവശ്യം ബ്രഷൊക്കെ വാങ്ങി വെക്ക്, ഞാൻ വന്ന് വരച്ച് തരാമെന്ന് പറഞ്ഞതാണ്. അപ്പം ഞാൻ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോയി. ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, ഗിഫ്റ്റിൻ്റെ ആർട്ടൊക്കെ വരച്ചതും കുറച്ചൊക്കെ ചെയ്തതൊക്കെ അവിടെ നിന്നാണല്ലോ. അപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോയതാണിത്. അപ്പോൾ അവളുടെ അടുത്ത് ഇഷ്ടം പോലെ, അവൾ തന്നെ വരയും ഒക്കെ ഉണ്ട്, നന്നായിട്ട് വരക്കും. അപ്പോൾ ഇഷ്ടം പോലെ പെയിൻറ്റും ബ്രഷും എല്ലാം ഉണ്ട് അവളുടെ അടുത്ത്. ഈ മരങ്ങളുടെ ഇലയൊക്കെ വരക്കാനൊന്നും വലിയ പ്രയാസമില്ല, കുട്ടികളൊക്കെ കണ്ടാൽ വരച്ചോളും. ഇതൊന്നിങ്ങനെ ടാബ് ചെയ്തിട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഇത് അവൾ മുമ്പ് വരച്ചൊരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഇതുപോലെ തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അതേ കളർ പെയിൻറ്റൊക്കെ എടുത്തിട്ട്, ഇതുപോലെ തന്നെ അല്ല എന്നാലും ഇതേപോലത്തെ പെയിൻറ്റിങ്ങാണ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്കെച്ചൊന്നും അല്ലല്ലോ, കൈകൊണ്ട് അപ്പോൾ തോന്നിയ പോലെ വരക്കുകയല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അല്ല, അതിൽ വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് ഏകദേശം അതുപോലെയൊക്കെ ആക്കിയിട്ട് വരക്കുന്നുണ്ട്. നല്ലൊരു കാടും അതിൻ്റെ അകത്ത് ആദിവാസികളൊക്കെ താമസിക്കുന്നത് പോലത്തെ ഒരു വീടും പുഴയൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു. വരച്ച് കാണുമ്പോൾ, ഫുള്ളായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. നിങ്ങൾ കണ്ടു നോക്കൂ.
ഇത് ലൈറ്റ് ഓറഞ്ച്, ഡാർക്ക് ഓറഞ്ച് അങ്ങനെയാണ്. സാധാ ഓറഞ്ചിലേക്ക് തന്നെ കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ട് അതിനെ തന്നെ ലൈറ്റ് ആക്കുകയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എനിക്ക് മ്യൂസിക്കൊന്നും ഇടാൻ പറ്റില്ലല്ലോ, നമുക്ക് മ്യൂസിക് ഹറാമാണ്. അപ്പോൾ അതിനേക്കാളും സ്ത്രീകളുടെ വോയിസ് ഹലാലാണ്. അപ്പോൾ നമുക്ക് വോയിസേ ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസിൽ തന്നെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും, കാരണം നിങ്ങൾക്ക് ഇഷ്ടം പോലത്തെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ മ്യൂസിക്കെല്ലാം ആകുമ്പോൾ അത് ആ താളത്തിൽ കണ്ടു പോകും. പക്ഷേ അത് കുറ്റമാണെന്ന് പലർക്കും അറിയില്ല. അതിങ്ങനെ നമ്മൾ കേൾക്കുന്നതെന്നല്ലാണ്ട് അതിൽ നമ്മൾ എന്തായാലും മ്യൂസിക് ആകുമ്പോൾ അതിൽ ലയിക്കും. അപ്പോൾ ആ ഹറാമ് കേൾക്കുന്നതിനേക്കാളും പഠിച്ചവൻ എന്താണ് നമുക്ക് ഹലാലാക്കി തന്നത് അതിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ശരിയാവില്ല. മ്യൂസിക്കോ മുട്ടോ അങ്ങനെ അത് പിന്നെ അതൊന്നും ഇപ്പോൾ ദഫിൻ്റെ മുട്ടൊക്കെ വെച്ചിട്ടൊന്നും ഇതൊന്നും ചെയ്യുന്നതൊന്നും അത് ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് എടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നത്. കാരണം നമുക്ക് ഇത് പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഇത് കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കും. പുല്ലും ചെടിയും സ്ഥലമൊക്കെ പലതരം ഗ്രീനുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോഴാണ് ആ പ്രകൃതി അങ്ങനെ തന്നെ ഫോട്ടോ എടുത്ത് വെച്ചതുപോലൊരു ഫീലാണ്. പാറയൊക്കെ വന്നപ്പോൾ പാറകളും ആ പുഴയുടെ സൈഡ് ആ കെട്ടുകളും ഒക്കെ വന്നപ്പോൾ നല്ല ഒറിജിനാലിറ്റിയാണ് നേരിൽ കാണുമ്പോൾ അതൊരു ഫീൽ ചെയ്യുന്നത് നമുക്ക്. നമ്മൾ ആ സ്ഥലത്ത് പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ ഭാവനയിൽ വന്നു പോകും. അത്രയും ഒരു ഭംഗിയാണ് അത് നേരിൽ കാണാൻ. ഒരു കാടിൻ്റെ ഒരു പ്രതീതിയാണ് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുക. കുറേ മരക്കൂട്ടങ്ങൾ ചെറുതും വലുതുമായ പല കളറിലുള്ള ഇലകളും പൂക്കളും പിന്നെ ഓലമേഞ്ഞ വീടും കുറേ സമയമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സ്പീഡിൽ കാണിച്ചത്. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് കമൻറ്റ്, എന്ത് അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് എഴുതി അറിയിക്കണം. ഇതിന് മുമ്പിട്ട വീഡിയോക്കൊക്കെ എല്ലാവരും നല്ല സപ്പോർട്ടും നല്ല കമൻസാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വരണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും പിന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്തിട്ട് വെക്കണം. എന്നാൽ ഇൻഷാ അല്ലാഹ് അടുത്ത് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ.
ഇത് ഈ കുപ്പിയുടെ ഓരോ സൈഡും ഓരോ ഭാഗവും എടുത്ത് നോക്കുമ്പോൾ പ്രത്യേകം ഭംഗിയാണ്. ചുറ്റുമായിട്ടൊരു വലിയ ക്യാൻവാസിൽ വരക്കുന്നത് മുഴുവനും ഒരു ചെറിയ കുപ്പിയിൽ അവൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വര കഴിഞ്ഞു. എൻ്റെ അടുത്ത് വാർണിഷ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ സീലറാണ് അടിച്ചത്. അപ്പോൾ അത് ഇത്ര ശരിയായില്ല. അടിച്ചപ്പോൾ അത് കളറൊക്കെ ഡാർക്കായിപ്പോയി. അപ്പോൾ കളർ വരാത്ത പ്ലെയിൻ വാർണിഷ് തന്നെ കിട്ടും. അത് തന്നെ അടിക്കാൻ നോക്കണം. ക്ലിയർ വാർണിഷ് തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ സ്പ്രേ ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് കഴിഞ്ഞു പോയി. അപ്പോൾ അതടിച്ചപ്പം കുറച്ച് കളറൊക്കെ മാറിയതുപോലെ എനിക്ക് തോന്നി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ഇത് വരച്ച് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാകും. കാരണം കുട്ടികളൊക്കെ വരയ്ക്കാനും ശ്രമിക്കും. അപ്പോൾ എല്ലാവരും വരക്കണം. ഇൻഷാ അല്ലാ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും അസ്സലാമു അലൈക്കും. ഈ ബോട്ടിലും ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പം അതും കൂടി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അതുപോലത്തെ ഒരുപാട് ബോട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊന്നും വീഡിയോ എടുത്തില്ല, ലെങ്ത് ആവണ്ട വിചാരിച്ചു. ഇൻഷാ അല്ലാ ഞാൻ അടുത്ത് കാണിക്കാം. ഓക്കേ.